മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ട്രഡീഷണൽ ഐറ്റമാണ്. പണ്ട് കാലത്ത് നോമ്പ് തുറക്കൊന്നും ഇന്നത്തെ പോലെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അന്നുണ്ടാക്കാറുള്ളത് തരിക്കഞ്ഞി, കിച്ചടി, പാലുവാഴക്ക തുടങ്ങിയ ഐറ്റംസാണ്. ഇതിലൊരു ഐറ്റമായ പാലുവാഴക്കാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. പഴമയുടെ രുചിയോടെ നമുക്കത് തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാനിൽ 3 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ചവ്വരി അഥവാ സാബൂനരി, പിന്നെ 3 നേന്ത്രക്കായ ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, 3 ഏലക്ക കൂടി വേണം. ഇവ കൂടാതെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി വേണം. 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 3 ഏലക്ക ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചവ്വരി അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2-ാം പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മുടെ പഴം അരിഞ്ഞു വെച്ചതും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചവ്വരിയിലേക്ക് ഒരിക്കലും നമ്മൾ തിളപ്പിക്കാത്ത പാലോ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചാൽ നമ്മളെ ചവ്വരി പെട്ടെന്ന് അലിഞ്ഞ് പൊടിഞ്ഞു പോകും. അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സാബൂനരി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു പകുതിയോളം വേവായിട്ടുണ്ട്. ഇത് പോരാ. ഓൾമോസ്റ്റ് വേവായി തുടങ്ങുമ്പോൾ നമുക്കിനി പഞ്ചസാരയും 1-ാം പാലൊക്കെ ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പഴം 2-ാം പാലും കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചവ്വരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതും കൂട്ടി നന്നായിട്ട് തിളച്ച് വേവണം. ശരിക്കും ഇത് ക്രിസ്റ്റൽ മാതിരി ആയി വരണം. അതിന് പഴയ ആൾക്കാർ പറയുന്നത് കണ്ണ് തെളിയണം എന്നാണ്. അതായത് കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഒരു കണ്ണിൻ്റെ രൂപത്തിൽ നടുക്ക് ആ വൈറ്റ് അവിടെ നിൽക്കും. അപ്പോൾ അത് പോയിട്ട് നല്ല ഗ്ലാസ് മാതിരി ആയി മാറണമെന്നാണ് അവർ പറയുക. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പം അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവനവൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാര ഉരുകിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച 1 കപ്പ് 1-ാം പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സാബൂനരി നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒന്ന് തിള വന്നാൽ മതി. ഒന്ന് തുള്ളിയാൽ മതി, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അത്രയും ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഒന്ന് അവിടെ തുള്ളുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിള വന്ന് തുടങ്ങി. നമുക്ക് ഓഫ് ചെയ്യാം, അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 3 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടി ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ ഒരു ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളി ചേർക്കുന്നത് നല്ല ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കൂട്ടാൻ സഹായിക്കും. അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാബൂനരി അല്ലെങ്കിൽ പാലുവാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്ന് പകുതി ഞാൻ മാറ്റി വെക്കാണ്. മറ്റേ പകുതിയിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉരുകി വരണം.
ഇപ്പോൾ ആൾമോസ്റ്റ് ഉരുകി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് പൊക്കി പിടിച്ച് തീയിൻ്റെ മുകളിൽ നിന്ന് പൊക്കി പിടിച്ചിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ആ പകുതി ബാക്കി വെച്ച പാലുവാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാലുവാഴക്ക ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാലുവാഴക്കൊരു പുതുമ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. 2 രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പാലുവാഴക്ക ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു ട്രഡീഷണൽ ഐറ്റം, ഒന്ന് നമ്മുടെ പുതിയ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തത് കൂടിയാണ്. രണ്ടിനും വ്യത്യസ്ത രുചിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.